സംഗീതത്തെ അറിയുന്നവനല്ലേ അതറിയാൻ കഴിയൂ, ഇതെല്ലാം ഒരൊറ്റ ശ്രുതിയിലാണെന്ന്. അതുപോലെ പ്രണവത്തെ അറിയുന്നവന് മാത്രമേ ഈ അറിവ് ഉണ്ടാകുന്നുള്ളൂ. ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും. ഇതെല്ലാം ഏതിലാണ് അടങ്ങുന്നത്? ഏകാക്ഷരമായിരിക്കുന്ന, പ്രകർഷേണ നവമായിരിക്കുന്ന, എല്ലായ്പ്പോഴും പുതിയതായിരിക്കുന്ന പ്രണവത്തിലടങ്ങുന്നു. ആകാശ സൂക്ഷ്മതനു. ഇതിൻ്റെ സ്വരൂപം എങ്ങനെയുള്ളതാണ്? രൂപം എങ്ങനെയാ? ആകാശ സൂക്ഷ്മതനു. ആകാശം പോലെ സർവത്ര വ്യാപ്തമാണ്. എല്ലാത്തിനും ഇരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്ന ആകാശം പോലെ സർവത്ര വ്യാപ്തമായിരിക്കുന്നതാണ് ആര്? ഈ പ്രണവം. പ്രണവമില്ലാത്ത ഒരിടമില്ല. എല്ലാം ആരിലാണ് അടങ്ങുന്നത്? പ്രണവത്തിലാണ് അടങ്ങുന്നത് എന്നറിയുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആചാര്യൻ പറയുന്നു, ഡംഭാതിദോഷമുടനെട്ടും കളഞ്ഞ് ഹൃദി മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞ് നിലയാറുങ്കടപ്പതിനു തുമ്പങ്ങൾ തീർക്കാം. വീണ്ടും ഒരല്പ യോഗമാർഗത്തിൻ്റെ ഉപാസനയെക്കുറിച്ച് പറയുകയാണ്. ആദ്യമേ യോഗി എന്ത് ചെയ്യുകയാണ്? ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഡംഭാതിദോഷമുടനെട്ടും കളഞ്ഞു. മനസ്സിനെ ബാധിക്കുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അസൂയ ഇവയെല്ലാം മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു. എന്നിട്ട് മുമ്പേ നിജാസനമുറച്ചു. ആസനസിദ്ധി നേടിയിരുന്നു. ആസനസിദ്ധി എന്ന് പറഞ്ഞാൽ സ്ഥിരസുഖമാസനം. സ്ഥിരമായും സുഖമായും ഇരിക്കാൻ കഴിയുന്നതിന് പറയുന്ന പേരാണെന്ത്? ആസനം. ഒരു 3 മണിക്കൂർ നേരമെങ്കിലും ഇളകാതെ അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ ആസനസിദ്ധി ഉണ്ടായെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ആസനസിദ്ധിയൊക്കെ നേടിയിരുന്ന് ഏകനാഡിയുടെ കമ്പം കളഞ്ഞു. പ്രാണായാമമൊക്കെ ചെയ്ത് സുഷുമ്ന എന്ന നാഡിയുടെ കമ്പം കളഞ്ഞു. അതിനെ എന്ത് ചെയ്ത്? ശുദ്ധി വരുത്തി. അതിൻ്റെ ഇളക്കമെല്ലാം കളഞ്ഞു കേട്ടോ. എന്നിട്ടോ നിലയാറുങ്കടപ്പതിന് ഇങ്ങേ ഏറ്റവും താഴത്തെ തട്ടായിരിക്കുന്ന മൂലാധാരം മുതൽ 6 ആധാരചക്രങ്ങളും കടന്ന് ഈ പ്രാണശക്തിക്ക് പോകുന്നതിന് വേണ്ടി തടസ്സങ്ങൾ തീർത്ത് തരണേ നാരായണ. ഈ യോഗ സാധനയിൽ എന്തുണ്ടാകരുത്? തടസ്സമൊന്നും ഉണ്ടാകരുത്. അതിനനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. അപ്പോൾ ഒരു യോഗി യോഗസാധന അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്താണ്? ആദ്യം ചിത്തത്തിൽ നിന്ന് എന്ത് കളയണം? ഡംഭാതി ദോഷങ്ങളെല്ലാം കളയണം. ഇതെല്ലാം കളഞ്ഞ് എന്തു വേണം? അടുത്തതായിട്ട് ആസനസിദ്ധി കൈവരിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ഏകനാടിയുടെ കമ്പം കളയാൻ, ഏകനാടിയുടെ ദോഷത്തെ ശുദ്ധി ചെയ്യാൻ. അതെങ്ങനെയാ ചെയ്യുക? പ്രാണായാമം കൊണ്ട്. പ്രാണായാമം കൊണ്ട് വേണം, പ്രാണൻ്റെ ആയാമം കൊണ്ട്, പ്രാണൻ്റെ അടക്കം കൊണ്ട് വേണം എന്ത് ശുദ്ധമാകാൻ? ഈ സുഷുമ്നാനാഡി ശുദ്ധമാകാൻ. അങ്ങനെ ശുദ്ധി ചെയ്ത് വേണം ഈ പ്രാണനെ എന്ത് ചെയ്യാൻ? ഈ ജീവശക്തിയെ 6 ആധാരങ്ങൾ ഭേദിച്ച് സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കാൻ. ഇതിനുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീ നീക്കണേ ഭഗവാനെ. അങ്ങനെ ഈ യോഗി ഈ മൂലാധാരത്തിൽ കിടക്കുന്ന പ്രാണശക്തിയെ ഉണർത്തി പതുക്കെ 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 ഓരോ ആധാരം കടത്തി കൊണ്ടുവരുമ്പോൾ അനാഗതം എന്ന ചക്രത്തിലെത്തും. ഈ അനാഗതം എന്ന ചക്രത്തിലേക്ക് ഈ പ്രാണൻ പ്രവേശിക്കുക, അതായത് ഈ ജീവശക്തി പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ച് ചില ദിവ്യമായിരിക്കുന്ന ശബ്ദമൊക്കെ ആര് കേൾക്കാൻ തുടങ്ങും? ഈ യോഗി കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ആ ശബ്ദത്തെ ശ്രദ്ധിക്കാൻ പിന്നീട് പറയും. പിന്നീട് പുറമേ ഉള്ള ഒന്നിനെയുമല്ല, പ്രതീകങ്ങളെയൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്. യോഗ സാധനയിൽ ആദ്യം പ്രതീകങ്ങളെയൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. ആദ്യം പ്രണവം പോലെയുള്ള പ്രതീകങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാണ് ഈ സാധന ചെയ്യുന്നത്. അങ്ങനെ സാധന ചെയ്യുമ്പോഴാണ് ഈ ജീവശക്തി പതുക്കെ പതുക്കെ ഉണർന്ന് അനാഗതം എന്ന ചക്രത്തിലേക്ക് പ്രവേശിക്കും. അനാഗത ചക്രത്തിൽ പ്രവേശിക്കപ്പെട്ട ഈ ശക്തി, ഈ ജീവശക്തി പിന്നീട് അവിടെ വെച്ച് കേൾക്കുന്നത് ചില പ്രത്യേകതരം ശബ്ദങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ശബ്ദത്തെ ശ്രദ്ധിക്കണം. ആ ശബ്ദത്തെ ബ്രഹ്മമായിട്ട് കാണണം, പരമാത്മാവായിട്ട് അറിയണം. എന്നിട്ട് ആ ശബ്ദത്തെ ഉപാസിക്കണം. അതാണ് പറയുന്നത്. ഡക്കാമൃദംഗ തുടിതാളങ്ങൾ പോലെയുടൻ ഓർക്കാമിതിൻ നിലയിൽ എന്നേടമൂർത്തുമമ നിൽക്കുന്നതില്ല മനം ആളാനബദ്ധ കരുതീൻ കണ്ട പോലെ കരിനാരായണ. അവിടെ കേൾക്കുന്ന ശബ്ദമൊക്കെ എങ്ങനെയുള്ളതാ? ഡെക്കയുടെ ശബ്ദം, മൃദംഗത്തിൻ്റെ ശബ്ദം, തുടിയുടെ ശബ്ദം പോലെയൊക്കെയുള്ള അതിന് സമാനമായിരിക്കുന്ന ശബ്ദമാണ് ഈ അനാഗതത്തിൽ യോഗി കേൾക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ആ അനാഗതത്തിലേക്ക് പ്രാണൻ പ്രവേശിച്ച് കഴിഞ്ഞാൽ യോഗി ചെയ്യേണ്ടത് എന്താണ്? അതിനെ ശ്രദ്ധിച്ച് ആ ശബ്ദത്തെ ബ്രഹ്മമായിട്ട് അറിയാനാണ് എന്ത് ചെയ്യേണ്ടത്? ശ്രമിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ആ ശബ്ദത്തെ ശ്രദ്ധിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിൽക്കുന്നതല്ല മനം,
അതിലെന്തുറയ്ക്കുന്നില്ല? മനസ്സുറയ്ക്കുന്നില്ല. അങ്ങനെയാണല്ലോ. ഉപാസന ചെയ്യാനായിട്ടിരുന്നാൽ ഉപാസനയിൽ മനസ്സാദ്യം ഉറക്കില്ല. പുറമേ ഉള്ളതിലേക്ക് ആര് പൊയ്ക്കൊണ്ടിരിക്കും? മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കും. അതിൽ മനസ്സുറയ്ക്കുന്നില്ല. എങ്ങനെയാണ് മനസ്സുറയ്ക്കാതിരിക്കുന്നത്? ആളാനബദ്ധ കരുതീൻ കണ്ട പോലെ. മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ആനയെ ഒരു കുറ്റിയിൽ കൊണ്ട് കെട്ടി. ആനയെ കുറ്റി കെട്ടിയ ആനയുടെ സ്വഭാവം അറിയാം. പ്രായണ മറ്റ് ജീവരാശിയെ അപേക്ഷിച്ച് ആനയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും ശരീരം ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ആര്? ഈ ആന. ആന ഉണർന്നിരിക്കുന്ന സമയത്ത് ആനയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അനങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണ് പ്രത്യേകത. ആനയുടെ സ്വഭാവം മാറുന്നു എന്നറിയാനുള്ള ഒരു എളുപ്പമാർഗവും അതാണ്. ആന ശരീരം അനക്കാതെ നിൽക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയും. 4 കാലിൽ ഒരുപോലെ ശരീരത്തിൻ്റെ ഭാരത്തെ കൊടുത്ത് ചെവി ആട്ടാതെ കണ്ണ് വെട്ടാതെ ആന നിന്നാൽ സൂക്ഷിച്ചു കൊള്ളണം. ഇവൻ എന്തിനാണ് തയ്യാറെടുക്കുന്നത്? ഇവൻ അപകടകാരിയാകുകയാണ് എന്ന് സാരം സ്പഷ്ടമാകുന്നു. അപ്പോഴാണ് അറിവുള്ള പാപ്പാന്മാർ എന്ത് ചെയ്യുന്നത്? ആനയെ ഒന്ന് പേരുമൊക്കെ വിളിച്ചും എടുത്തുമൊക്കെ പേടിപ്പിക്കാൻ നോക്കുന്നത്. കാരണം എന്താ? മനസ്സ് അതിൽ നിന്ന് തിരിച്ചു വരണം. ഇവൻ എന്തൊന്നിനെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഇതാണ് അറിവുള്ള പാപ്പാൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല എങ്കിൽ ആന അപകടകാരിയാകാത്തത് എപ്പോഴാണ്? ആന ഇങ്ങനെ ശരീരം ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്ക് വേണേലും അടുക്ക ചെല്ലാം. അപ്പോഴാണ് ഈ പാപ്പാനൊക്കെ നമ്മളോട് പറയുന്ന അടുക്കലേക്ക് എന്നോ കുഴപ്പമൊന്നുമില്ലെന്ന്. എന്നാൽ ആന അടങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളോട് പറയുക അടുക്കലേക്ക് പോകരുതെന്ന്. കാരണം അവൻ ആ സമയത്ത് എന്തും ചെയ്യുന്നത് അവൻ്റെ മനസ്സിപ്പോൾ എന്താണെന്നുള്ളതിനകത്ത് എന്തില്ല? ഉറപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ആനയുടെ കുഴപ്പം ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഇവിടെ വർണ്ണിച്ചത്. എന്താണ്? ശരീരം എപ്പോഴും ആട്ടിക്കൊണ്ട് നിൽക്കുന്ന ജീവിയാണ് ആര്? ഈ ആന. ആ ആനയെ കെട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടിയിടുമ്പോഴേ ഇവന് കൂടുതൽ ആട്ടം വരുന്നത്. ശ്രദ്ധിച്ചാൽ മതി. ആ സമയത്ത് തൊട്ട് മുൻപിൽ ഒരു കെട്ട് കരിമ്പും കൂടെ കൊണ്ടിട്ടാലോ ഇവൻ അടങ്ങി നിൽക്കുമോ ഈ കുറ്റിയിൽ? ഇല്ല. ഇതുപോലെയാണ് ഈ ഡെക്കയുടെയും തുടിയുടെയും മൃദംഗത്തിൻ്റെയും ഒക്കെ ശബ്ദം അനാഗതത്തിൽ വെച്ച് കേൾക്കുമ്പോൾ അതിനെ ശ്രദ്ധിച്ച് ഉപാസന ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് മനസ്സ് പുറത്തോട്ട് പോകുന്നത്. അത് എന്തിനു സമാനമാണ്? മനുഷ്യനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആന തീറ്റ കാണുമ്പോഴെങ്ങനെയാണോ ശരീരം കൂടുതൽ ഇളക്കുന്നത്, അതുപോലെയാണ്. അത്ര പ്രയാസമാണ് ഉപാസന ചെയ്ത് മുൻപോട്ട് പോവുക. അത്ര പ്രയാസമാണ് മനസ്സ് അടക്കുക എന്ന് ആര് പറയുന്നു? എഴുത്തച്ഛൻ പറയുന്നു. നത്വം വരും പരിചുകർമ്മ വ്യപായമിക മധ്യേ ഭവിക്കലും അതല്ലെങ്കിലും കിമവി തത്വാദിയിൽ പരമുദിച്ചൊരു ബോധം അതു ചിത്തേ വരേണ്ടതിക നാരായണ. ഈ ശരീരത്തിലിരിക്കുമ്പം തന്നെ ഈ ജീവൻ എന്തുണ്ടാകണം? ഈ ആനന്ദപദപ്രാപ്തി ഉണ്ടാകണം, ഈ ജീവൻ മുക്തി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. ഇനി അതിനുള്ള കർമ്മനിവൃത്തി വന്നില്ല എങ്കിൽ, അതിനുള്ള കർമ്മനിവൃത്തി ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അതായത് ഈ ശരീരത്തിലിരിക്കുമ്പം തന്നെ സാക്ഷാത്കാരം ഉണ്ടായില്ല. ഇടയ്ക്ക് വെച്ച് എന്തു പറ്റി? ശരീരവദനമുണ്ടായി, നശിച്ചുപോയി, ശരീരം തീർന്നു. അപ്പോഴീ ചെയ്ത കർമ്മമൊക്കെ വെറുതെ ആകുമോ? ഇല്ല കേട്ടോ. അർജുനൻ്റെ ഒരു ചോദ്യമാണിത്. ഭഗവാനെ ഒരാൾ ഉപാസനയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്നു കേട്ടോ. സാക്ഷാത്കാരം ഉണ്ടായില്ല, ഇടയ്ക്ക് വെച്ച് എന്തു പറ്റി? മൃതിപ്പെട്ടു, മരണപ്പെട്ടു. അപ്പോൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആയി പോകുമോ? ഇല്ല. ഭഗവാൻ പറയില്ല അർജുന, അടുത്ത ജന്മം ഇതിൻ്റെ എന്തായിട്ട് വരും? അടുത്ത ജന്മങ്ങളിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെയും പറഞ്ഞത്. ഈ ശരീരത്തിൽ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ നന്ന്. ഇനി അതല്ല, ഇടയ്ക്ക് വെച്ച് ശരീരം പതിച്ചു പോയാൽ, നശിച്ചു പോയാലും ഈ പരമാത്മാവിലുള്ള അറിവ്, ഈ തത്വാദിയിൽ പരമുദിച്ചൊരു ബോധം, ഈ പരമാത്മതത്വത്തിൽ ഉറച്ച ബോധം അതെന്ത് ചെയ്യട്ടെ? വരും ജന്മങ്ങളിലും എൻ്റെ ഉള്ളിലുണ്ടാകട്ടെ. എൻ്റെ ചിത്തേ വരേണ്ടത്. എത്രയെത്ര ജന്മത്തിലേക്ക് പോയാലും ആ ജന്മങ്ങളിലൊക്കെ ഈ ചിത്തസംസ്കാരം ഉണ്ടാകട്ടെ. എങ്ങനെ? ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ആനയായി മാറിയപ്പോൾ ഇന്ദ്രദ്യുമ്നൻ്റെ ഉള്ളിൽ ഈ സംസ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രദ്യുമ്നൻ ആരെയെ ഭജിച്ചത്? ആനയായിരുന്ന കാലത്തും പരമാത്മാവിനെ ഭജിച്ചത്. ജഡഭരതൻ്റെ ഉള്ളിൽ ഈ സംസ്കാരം ഉണ്ടായിരുന്നതുകൊണ്ട് ആ മാനായപ്പോഴും ജഡഭരതൻ്റെ ഉള്ളിൽ പൂർവ്വ സംസ്കാരം ഉണ്ടായത്. അപ്പോൾ ഈ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഈ ജ്ഞാനാനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആര്? പരമാചാര്യൻ. അടുത്തത് 45-ാമത്തെ സ്തുതിയാണ്. 45-ാമത്തെ സ്തുതിയിൽ പറയുന്നു: തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുവധ ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണമതേ ശബ്ദം
എന്നു തവവാക്യങ്ങൾ തന്നെ ഹരിനാരായണ. തത്വാർത്ഥമിത്വമഖിലത്തിനുമുണ്ട് ബധ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കാണപ്പെടുന്ന സകല ചരാചരങ്ങളിലും സകല വസ്തുക്കളുടെ ഉള്ളിൽ ആര് സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാം? ഈശ്വരൻ. കാരണം ഏതൊരു പദാർത്ഥത്തെ നിങ്ങളെടുത്തു, ഏതൊരു വസ്തുവിനെ എടുത്തു, ആ വസ്തുവിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് 5 ഭാവം കാണാൻ പറ്റും. ഒന്ന് നാമം, രൂപം, ഗുണം, അസ്ഥി, ഭാതി എന്നത്. നാമം, ഇപ്പം ഈ പുസ്തകത്തെ എടുത്തു നോക്കിയേ, ഈ പുസ്തകത്തിന് ഒരു പേരുണ്ട്. ഇതിൻ്റെ പേരാണ് പുസ്തകം എന്ന് പറയുന്നത്, ആണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ രൂപമാണ് ഈ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉപയോഗം നമുക്കറിയാം, അജ്ഞാനനാശം, ആണല്ലോ. നമുക്കുള്ള ഇതിൽ പ്രതിപാദിതമായിരിക്കുന്ന വിഷയത്തിലുള്ള സംശയത്തെ ഇതില്ലാതാക്കി തരും, ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരും രൂപവും ഗുണവും അറിഞ്ഞു കഴിഞ്ഞു. ഈ പേരിനെയും രൂപത്തെയും ഗുണത്തെയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഉണ്മ ഇതിലുണ്ട്. ആ ഉണ്മ എപ്പോൾ വരെയുണ്ടോ അപ്പോൾ വരെയാണ് ഈ പേരും രൂപവും ഗുണവും നിലനിൽക്കുന്നത്, ആണല്ലോ. ഇതാണ് ഇതിൻ്റെ അസ്ഥി എന്ന ഭാവം. അതുപോലെ ഇതിൻ്റെ പ്രകാശകത്വം, ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ഗുണമുണ്ട്. നാമരൂപ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ഭാവവുമുണ്ട്. ഇതിൽ ആദ്യത്തെ 3 നാമം, രൂപം, ഗുണം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഗുണമാണ് എങ്കിൽ അവസാനം പറഞ്ഞ അസ്ഥിഭാതി എന്ന് പറയുന്നത് ഉണ്മയും പ്രകാശകത്വവും ആരുടെ ഗുണമാകുന്നു? ബ്രഹ്മത്തിൻ്റെ ഗുണം ആകുന്നു. അപ്പോൾ സകല ചരാചരങ്ങൾക്കകത്തും ഈ അസ്ഥിഭാതി എന്ന് പറഞ്ഞ ഗുണം നിലനിന്നു പോരുന്നു. ഒരു തൂണിലും എന്തുണ്ട്? അസ്ഥിഭാതി എന്ന ഗുണമുണ്ട്. തൂണെന്ന പേര്, ആ രൂപം, അതിൻ്റെ ഗുണം, ആണല്ലോ. ഇവയെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ആരിയ്ക്കുന്നു? ഈശ്വര സത്ത ഇരിക്കുന്നു. ഒരു പേന, അതിൻ്റെ പേര്, രൂപം, ഗുണം, ഇതിനെ നിലനിർത്തിക്കൊണ്ടും ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടും ആരിയ്ക്കുന്നു? പരമാത്മാവിരിക്കുന്നു. ഒരാന, അതിൻ്റെ പേര്, രൂപം, ഗുണം, ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ആരിയ്ക്കുന്നു? പരമാത്മാവിരിക്കുന്നു. ചന്ദ്രൻ, അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ആരിയ്ക്കുന്നു? പരമാത്മാവ്. ഇങ്ങനെ സകല ചരാചരത്തെ നോക്കിക്കൊള്ളുക നിങ്ങൾ. സകലത്തിനെ നിലനിർത്തിക്കൊണ്ട് ഒരു മൊബൈൽ ഫോണിനെ പോലും അതിൻ്റെ പേര്, രൂപം, ഗുണം ഇവയെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഉണ്മ അതിലുണ്ട്. അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യം അതിനകത്തുണ്ട്. അസ്ഥിഭാതി എന്ന് പറഞ്ഞ ചൈതന്യം. അപ്പം അസ്ഥിഭാതിയായി ഇരുന്നു കൊണ്ട് സകല ചരാചരത്തെയും പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? പരമാത്മാവാണ്. അതാണ് പറഞ്ഞത് തത്വാർത്ഥമിത്തം അഖിലത്തിനുമുണ്ട് ബധ. സകലത്തിനും അഖിലത്തിനും ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോഴെന്തുണ്ട്? അർത്ഥമുണ്ട്. അതായത് സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ ആരിയ്ക്കുന്നു? ജഗദീശ്വരൻ ഇരുന്നു പോരുന്നു. ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലത. ഈ പരമാത്മാവ് എവിടെയായിരിക്കുന്നത്? ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തുവായിട്ട് പ്രകടമാകുന്നു. ശബ്ദമാണ് ഇപ്പം ഈ പറഞ്ഞ പുസ്തകം എന്നൊരു ശബ്ദം. ആ പുസ്തകം എന്ന ശബ്ദത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉണ്മയും അസ്ഥിയുമായിട്ട് ആരിയ്ക്കുന്നു? പരമാത്മാവിരിക്കും. ആന എന്ന ശബ്ദം, അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് അസ്ഥിഭാതി എന്ന രൂപമായിട്ട് എന്ന ഗുണമായിട്ട് ആരിയ്ക്കുന്നു? പരമാത്മാവിരിക്കുന്നു. ഹിമാലയം എന്ന പദം, ശബ്ദം, ആ ഹിമാലയം എന്ന ശബ്ദത്തെ നിലനിർത്തിക്കൊണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ടും ആരിയ്ക്കുന്നു? പരമാത്മാവ് ഇരിക്കുന്നു. അപ്പം നാമരൂപങ്ങളെ മുഴുവൻ, ശബ്ദങ്ങളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ശബ്ദങ്ങൾക്കകത്ത് അസ്ഥിയായി പ്രകാശകമായി ആരിയ്ക്കുന്നു? ഈശ്വരൻ ഇരിക്കുന്നു. മുക്തിക്ക് കാരണം അതേ ശബ്ദമെന്നു തവവാക്യങ്ങൾ തന്നെ. ഈ അസ്ഥിയും ഭാതിയുമായിട്ടിരിക്കുന്നത് ആരാണ്? അതേ ശബ്ദം തന്നെയാകട്ടെ, അതേ പ്രണവം തന്നെയാണ് ഈ അസ്ഥിഭാതിയായിട്ട് ഇരിക്കുന്നത് എന്ന് തവവാക്യങ്ങൾ തന്നെ. എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? പരമാത്മാവേ നിന്റെ തന്നെ വാക്യമാണ്. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ എന്നാണ് പറഞ്ഞത്. ഓം എന്ന ആ ഒരേ ഒരു അക്ഷരം തന്നെയാണ് ബ്രഹ്മം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പരമാത്മാവേ നീ തന്നെ ഗീതയിൽ അർജുനന് 8-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ. ഓം എന്ന ഏക അക്ഷരം, ആ ഒരേ ഒരു അക്ഷരം തന്നെയാണ് ബ്രഹ്മം. അസ്ഥിഭാതി എന്ന രൂപത്തോട് കൂടിയിരിക്കുന്ന ബ്രഹ്മം എന്ന് നീ തന്നെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പരമാത്മാവ് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് എഴുത്തച്ഛൻ പറയുന്നു. ഇതൊന്നും അറിയാതെ ധല്ലിന്നുമീത പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറിവാപേശിയും സപതി തള്ളിപ്പുറപ്പെടുമകം ബുദ്ധി കൊണ്ടു ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണ. ഇതൊന്നും അറിയാൻ ശ്രമിക്കാതെ ധല്ലിന്നുമീത പരമില്ല എന്നോർത്ത് വിവേകമില്ലായ്മയ്ക്ക് മുകളിൽ വേറെ ഒന്നുമില്ല. കണ്ടു, ഈ എടുത്തുചാട്ടക്കാരൻ്റെ പ്രത്യേകത എന്താ?
വിവരമില്ലായ്മയ്ക്ക് മുകളിൽ വേറെ ഒന്നുമില്ല എന്നാണ് അയാളുടെ അറിവ്. അതുകൊണ്ടാണ് എന്തൊന്ന് കേട്ടാലും അയാൾ ഉടനെ എന്ത് ചെയ്യുന്നത്? എടുത്തു ചാടുന്നത്. അതാണ് പറഞ്ഞ തല്ലിനുമീതേ വിവേകമില്ലാത്ത എടുത്തുചാട്ടം. അതിനു മീതെ ഒന്നുമില്ല എന്നോർത്ത് ഉടൻ എല്ലാവരോടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടും. ആരാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ എല്ലാവരോടും എന്ത് ചെയ്യുകയാണ്? സംസാരിച്ചും, അതായത് അടിയുണ്ടാക്കിയും, എല്ലാവരെയും തെറ്റിദ്ധരിച്ച് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ചെന്ന് കയറി എന്തുണ്ടാക്കുന്നു? അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നു. ഇതിന് കാരണം എന്താണ്? അഹംബുദ്ധി കൊണ്ട്, ഞാൻ ശരീരമാണെന്നുള്ള ചിന്ത കൊണ്ട്, ഈ അറിവില്ലായ്മ കൊണ്ട്. അങ്ങനെയുള്ള ചിലരെ നീ എന്ത് ചെയ്യുന്നു? ഭഗവാനെ കൊല്ലുന്നു. അങ്ങനെയുള്ള അഹങ്കാരികളെ നീ എന്ത് ചെയ്തു പോരുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. ഇപ്പം പരമാത്മാവ് കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കണ്ടേ? ഞാൻ ശരീരമാണെന്ന ചിന്ത അവനിൽ ഉണ്ടായപ്പോഴേ അവനെ കൊന്നു കഴിഞ്ഞു കേട്ടോ. അതായത് ഞാൻ ശരീരമാണെന്ന ചിന്തയുള്ളത് കൊണ്ടല്ലേ ശരീരം നശിച്ചാൽ ഞാൻ നശിക്കുമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നു. ശരിയോ തെറ്റോ? നേരെ മറിച്ച് ഞാൻ ആത്മാവാണെന്നുള്ള ബോധമുണ്ടായാലോ അവനെ രക്ഷിക്കലാണ്. ഞാൻ ശരീരമാണെന്നുള്ള ബോധമുണ്ടായവനെ എന്ത് ചെയ്യുകയാണ്? കൊല്ലലാണ്. ഇതാണ് പരമാത്മാവിൻ്റെ കൊല്ലൽ കേട്ടോ. പരമാത്മാവ് ഒരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ശരീരമാണെന്നുള്ള ചിന്തയെ കൊടുക്കുന്നു എന്ന്. ആ ചിന്തയെ കിട്ടുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ വിവേകമില്ലാതെ എടുത്തു ചാടുന്നത്, ആരോടെന്തും പറയുന്നത്, ഇങ്ങനെ വിവേകമില്ലാത്ത പെരുമാറ്റമൊക്കെ കാഴ്ചവെക്കുന്നത്. ആകയാൽ അതുണ്ടാകാതിരിക്കട്ടെ, ഈ ഗർവില്ലാതാകട്ടെ. ഗർവിനെക്കുറിച്ച് പറയുന്നു. ദംഭായ വന്മരം അതിനുള്ളിൽ നിന്ന് ചില കൊമ്പും തളിർത്ത് അവധിയില്ലാത്ത കായികനികൾ എൻ പേരിലത്തരികിൽ വാഴായ്വതിന് ഗതി നിൻ പാദഭക്തി ഹരിനാരായണ. ഇവിടെ ഗർവിനെ, അഹങ്കാരത്തെ ഒരു വൃക്ഷത്തോട് ഉപമിക്കുക. എന്താ പറയുന്നു? മതമാകുന്ന വലിയ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില കൊമ്പുകളൊക്കെ തളിർത്തു. വലിയൊരു വൃക്ഷം, അഹങ്കാരമെന്ന് പറഞ്ഞ ഒരു വൃക്ഷം കിട്ടും. ആ വൃക്ഷത്തിൽ നിന്ന് ധാരാളം കൊമ്പുകളുണ്ടായി. ആ കൊമ്പുകളെല്ലാം അഭിമാനത്തിൻ്റെ ചിഹ്നങ്ങളാകട്ടെ. ആ കൊമ്പുകളെല്ലാം ഉണ്ടായിട്ട് അതിലെന്തുണ്ടായി? എണ്ണമറ്റ ഇലകളുണ്ടായി. ദാ കൊമ്പും തളിർത്ത അവധിയില്ലാത്ത കായികനികൾ. എണ്ണമറ്റ തളിരുണ്ടായി, എണ്ണമറ്റ പൂക്കളുണ്ടായി, എണ്ണമറ്റ ഫലങ്ങളുണ്ടായി ആ വൃക്ഷത്തിൽ. ഈ ഫലങ്ങളൊക്കെ എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭ്, അസൂയ എന്ന് പറഞ്ഞ ചിന്തകളാണ്. ഇതൊക്കെ ഏത് വൃക്ഷത്തിലാണ് ഉണ്ടാകുന്നത്? അഹങ്കാരമെന്ന പേരോടുകൂടിയ വൃക്ഷത്തിലാണ് ഈ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഡംഭും അസൂയയും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കുക, അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈ വൃക്ഷം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നിറഞ്ഞിരിക്കും. എൻ പേരിൽ അത്തരുകിൽ വാഴായ്വതിന് ഗതി നിൻ പാദഭക്തി ഹരിനാരായണ. ഈ വൃക്ഷത്തിൽ ഞാൻ വസിക്കാനിടയാകരുതേ. ഈ വൃക്ഷത്തിൽ ആര് വസിക്കാനിടയാകരുത്? ഞാൻ ഇരിക്കാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വൃക്ഷം ആരെ മൂടാതിരിക്കട്ടെ, എന്നെ മൂടാതിരിക്കട്ടെ. അതിനെന്ത് ചെയ്യണം? നിൻ പാദഭക്തി, നിൻ്റെ പാതാരവിന്ദ ഭക്തി നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണേ എന്ന് സാരം. ഈശ്വരഭക്തി ഉണ്ടാകുമ്പോൾ ആദ്യമില്ലാതാകുന്നത് ഈ ഞാൻ ശരീരമാണെന്നുള്ള ചിന്തയെ, ഈ ഗർവ. ഈശ്വര ഭക്തനിൽ ഗർവുണ്ടാകുന്നെങ്കിൽ അയാളുടെ ഭക്തി ശരിയായ ഭക്തി അല്ലെന്ന് അറിയണം. ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ഈശ്വര ഭക്തരെന്ന് പറയുന്നവരിൽ പലരിലും ഒരു ഗർവ് കാണുന്നില്ലേ? അപ്പോൾ ഓർത്തോണോ അത് ശരിയായ ഭക്തി അല്ല എന്ന്. ഇതാ പറയുന്നു, ധന്യോഘമെന്നു മതി മാന്യോഘമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിത് ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുദന്തിമയം ഒന്നിച്ചു കൂടിയതു നാരായണ. ചില ആളുകളുടെ ചിന്തയെ പറയുന്നു, ഞാൻ ധന്യനാണ് എന്ന ബുദ്ധി. ചിലർക്കോ ഞാൻ മാന്യനാണ് എന്ന ബുദ്ധി. ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അനവധി പുണ്യങ്ങൾ ചെയ്തവനാണ്. ഇതൊക്കെ ഈ ശരീരത്തെ വെച്ചുള്ള ചിന്തയാകട്ടോ. ശരീരത്തെ വെച്ചുള്ള ചിന്ത എങ്ങനെയാ പോകുന്നേ? അഹം ധന്യഹ, ഞാൻ ധന്യനാണ്. അഹം മാന്യഹ, ഞാൻ മാന്യനാണ്. ചിലർ കണ്ടിട്ടില്ല, ചിലയിടത്ത് എന്നാൽ ഇരിക്കില്ല. എന്താ കാര്യം? എന്നെ ഇരുത്തിയില്ലെന്ന്, ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോകില്ല. കണ്ടു? ഇപ്പോൾ വന്ന് മരണത്തിന് പോലും പലരും പോകത്തില്ല. എന്താ കാര്യം? ക്ഷണിക്കാത്തത് കൊണ്ട് പോകുന്നില്ലെന്ന് പറയും. അപ്പോൾ എന്താ കാര്യം? ഈ മാന്യനാണ് എന്ന ചിന്ത. അപ്പം ധന്യനാണ്, മാന്യനാണ്, പുണ്യങ്ങൾ ചെയ്ത പുരുഷനാണ് ഞാൻ. ഇതൊക്കെ ഈ ചിന്തയൊക്കെ ദേഹത്തെ വെച്ചുള്ള ചിന്തകളാണ്. അതുകൊണ്ട് പറയുന്നു, ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു ദന്തിമയമൊന്നിച്ചു കൂടിയത് നാരായണ.
കാട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു ജീവിയാണ് ആര്? ആന. ഒരു കാട്ടിൽ ഒരാനയെ ഭയക്കാം. ഇവിടെ എങ്ങനെയാണ്? കൊടുങ്കാട്, ഒരു കൂട്ടം ആനകളാൽ ചുറ്റപ്പെട്ട ഒരു കാട്ടിൽപ്പെട്ടതുപോലെയാണ് ഈ ചിന്തകളെന്ന് ഓർത്തുകൊള്ളണം. ഈ ഞാൻ എന്ന ഈ ചിന്തയുണ്ടല്ലോ, ഞാൻ കേമനാണ്, ഞാൻ മാന്യനാണ്, ഞാൻ ധന്യനാണ്, ഞാൻ പുണ്യങ്ങൾ ചെയ്ത പുരുഷനാണ്, ഈ ചിന്തകളെല്ലാം തന്നെ എന്തിന് കാരണമാണ്? ഈ ദുഃഖത്തിന് കാരണമാണ് എന്നോർത്തുകൊള്ളണേ എന്ന് ബോധിപ്പിക്കുന്നു. നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലെ തന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനഃ മുന്നം മുളച്ച തവ ഭക്തിക്ക് ചേർക്ക വളം ഇന്നേ കൃപാനിലയ നാരായണായ നമഃ. ഈ യോഗസാധന ചെയ്യുമ്പോൾ യോഗിയുടെ സാധനാ കാലഘട്ടത്തിൽ ആ സാധനയുടെ ഫലമായിട്ടുണ്ടാകുന്ന ജ്ഞാനാഗ്നിയിൽ, ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഈ അഹങ്കാരം എന്ന് പറയുന്ന ഈ വൃക്ഷം എന്തായി പോകും? കത്തിച്ചാമ്പലായി പോകും. ഞാൻ എന്ന ഈ ശരീരത്തെ പ്രതിയുള്ള ചിന്ത, ഞാൻ ആത്മാവാണെന്ന ചിന്ത ഉണ്ടാകുന്ന നിമിഷം എന്തായി പോകും? കത്തിപ്പോകും. പിന്നീട് ഞാൻ ശരീരമാണെന്നുള്ള ചിന്ത ആർക്കുണ്ടാകുന്നില്ല? ജ്ഞാനിക്ക് ഉണ്ടാകുന്നില്ല. അതാണ് പറഞ്ഞത്, നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലെ തന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനഃ. ഈ യോഗസാധനയൊക്കെ ചെയ്തു വരുന്ന യോഗി അയാളുടെ യോഗസാധനയുടെ ഫലമായിട്ട് ഈ ജ്ഞാനാഗ്നി കൊണ്ട് ഈ കൊടുങ്കാടിനെ എന്ത് ചെയ്ത് കളയുന്നു? അഹങ്കാരമയമായിരിക്കുന്ന കൊടുങ്കാടിനെ കത്തിക്കുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭ, അസൂയ എന്നൊക്കെ പറയുന്ന ചിന്തകളോട് കൂടിയിരിക്കുന്ന കാടിനെ അയാൾ കത്തിച്ചു കളയുന്നു അയാളുടെ യോഗവൈഭവം കൊണ്ട്. അങ്ങനെ കത്തിച്ച് കളഞ്ഞ ആ ചാരത്തിലേക്ക് സഹസ്രാരപത്മത്തിലെത്തുന്ന ജീവൻ സഹസ്രാരപത്മത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് എന്തുണ്ടാകുന്നു? അമൃതവർഷമുണ്ടാകുന്നു എന്ന് യോഗി പറയുന്നു, യോഗ സിദ്ധാന്തം അനുശാസിക്കും. അപ്പോൾ ആ സഹസ്രാരപത്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ അമൃതപ്രവാഹത്തിൽ ഈ ചാരമെല്ലാം എന്ത് ചെയ്യും? നനയും കേട്ടോ. ആ നനയുന്ന ചാരം എന്തിന് കാരണമാകട്ടെ? നിന്നെ പ്രതിയുള്ള ഭക്തിക്ക് വളമായി തീരട്ടെ നാരായണ. ഇനിയും മുളയ്ക്കേണ്ടത് ഇവിടെ നിന്നും ഏത് മുളയാണ്? ഞാൻ ശരീരമാണെന്ന മുളയല്ല മുളയ്ക്കേണ്ടത്, മറിച്ച് ഞാൻ ആത്മാവാണെന്ന മുളയാണ് മുളയ്ക്കേണ്ടത്. ജ്ഞാനാഗ്നി കൊണ്ട് ഭസ്മമായി തീർന്നു എന്ത്? ഞാൻ ശരീരമാണെന്നുള്ള ചിന്ത. ഇനി ഈ അമൃതപ്രവാഹത്തിൽ മുളയ്ക്കേണ്ട മുള ഏതാണ്? ഞാൻ ആത്മാവാണെന്ന ചിന്തയാണ് മുളയ്ക്കേണ്ടത്. അതിന് വളമായി തീരട്ടെ ഞാൻ ശരീരമാണെന്നുള്ള ചിന്ത ദഹിച്ചടങ്ങിയ ചാരം എന്ന് പരമാചാര്യൻ